മുല്ലപ്പെരിയാർ ഡാമിൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അറ്റകുറ്റപ്പണി മതിയെന്ന കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം കേരളം അട്ടിമറിച്ചതായി മുല്ലപ്പെരിയാർ സമരസമിതി. തമിഴ്നാട് ഗ്രാമവികസന തദ്ദേശ വകുപ്പ് മന്ത്രി ഐ പെരിയസ്വാമിയുടെ പ്രസ്താവന ഇതിന് തെളിവാണെന്നും സമരസമിതി ആരോപിച്ചു. അനുമതി തേടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ചർച്ച നടത്താനിരിക്കെ അതിനു മുമ്പ് അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകിയത് എന്തിനെന്ന് ജനങ്ങളെ സർക്കാർ ബോധ്യപ്പെടുത്തണമെന്നും സമരസമിതി ചെയർമാൻ സിബി മുത്തുമാക്കുഴി ആവശ്യപ്പെട്ടു. തമിഴ്നാട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വൈക്കത്ത് വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് മുല്ലപ്പെരിയാർ പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം, ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് തമിഴ്നാടിൻ്റെ നിയമസഭയിൽ തന്നെ തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി തന്നെ അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. പക്ഷേ വ്യാഴാഴ്ചയാണ് സംസാരിക്കാനുള്ള ഒരു അവസരം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ട് നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ബുധനാഴ്ച തന്നെ നമ്മുടെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുകയും, അതായത് തമിഴ്നാട് കൊണ്ടുവന്ന മണലും മറ്റ് സാധനങ്ങളും മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മുടെ കേരള ഗവൺമെൻറ് തടഞ്ഞിരുന്നു. അത് വിട്ടുകിട്ടണം, അത് തമിഴ്നാടിന് അനുകൂലമായ ഒരു സാഹചര്യം മുല്ലപ്പെരിയാർ റിപ്പയർ ചെയ്യുന്നതിന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് തമിഴ്നാട് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി തന്നെ നമ്മുടെ ഗവൺമെൻറ് പറയുകയുണ്ടായി, അതിന് കുഴപ്പമില്ല, നിങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ ചെയ്യാം. നമ്മുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിച്ചിരുന്നത് ഡാം സേഫ്റ്റി അതോറിറ്റിയെ കൊണ്ട് അതിനെപ്പറ്റി മുല്ലപ്പെരിയാറിനെ പറ്റി പഠിച്ചതിന് ശേഷം മാത്രം അറ്റകുറ്റപ്പണികൾ ചെയ്താൽ മതി എന്നായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ സമരസമിതിയുടെയും ആഗ്രഹം. പക്ഷേ അത് മറിച്ചാണ് സംഭവിച്ചത്. ഇതിൽ മുല്ലപ്പെരിയാർ സമരസമിതിക്ക് ശരിക്കും പ്രതിഷേധമുണ്ട്. കേരള ജനതയെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് നമ്മുടെ കേരള ഗവൺമെൻറ് എടുത്തതിൽ എന്നുള്ളതിന് വളരെ ബുദ്ധിമുട്ടുള്ള ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ടും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്.